പിന്നെ നമ്മൾ മറ്റൊരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. പശുക്കളെ വളർത്തുന്നവരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് അവയുടെ പ്രസവം. അപ്പോൾ ഒരു പ്രസവത്തിൽ 3 പശുക്കിടാങ്ങൾ ഉണ്ടായാലോ? അങ്ങനെ ഒരു സന്തോഷത്തിലാണ് വയനാട്ടിലെ ലില്ലീസ് ഫാം ഉടമ ലില്ലി മാത്യു. മൃഗസംരക്ഷണ വകുപ്പിന്റെ ക്ഷീരശ്രീ പുരസ്കാരത്തിന് പിന്നാലെ എത്തിയ ഈ സൗഭാഗ്യം ലില്ലിക്കും കുടുംബത്തിനും ഇരട്ടി മധുരമായി മാറി. പശുപരിപാലന മേഖലയിൽ 1/4 നൂറ്റാണ്ട് പിന്നിട്ടെങ്കിലും ഇങ്ങനെയൊരു അനുഭവം ലില്ലി മാത്യുവിന് ആദ്യത്തേതാണ്. പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ 3 കുട്ടികൾ, അതും 3 പെൺകിടാരികൾ. ലില്ലീസ് ഫാമിലെ HF ഇനത്തിൽപ്പെട്ട പശുവാണ് 3 കിടാരികൾക്ക് ജന്മം നൽകിയത്. സാധാരണ പശുക്കളുടെ പ്രസവത്തിൽ ഒരു കുട്ടിയാണ് ഉണ്ടാകാറ്, അപൂർവമായി 2 കിടാരികളും. എന്നാൽ 3 കുട്ടികളെന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. 25 വർഷത്തോടായി ലില്ലീസ് ഫാമിൽ പശു വളർത്താൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇതേപോലെ ഒരു അനുഭവം ആദ്യമാണ്. ഞങ്ങൾ ക്ഷീരശ്രീ അവാർഡ് ഉണ്ടായിരുന്നു, അത് വാങ്ങി തിരിച്ചു വന്ന് രാവിലെ തന്നെ ഞങ്ങളുടെ കടിഞ്ഞൂൽ ആദ്യ പശുവാണ്. അവൾ പ്രസവിച്ചത് 3 പശുക്കുട്ടികളാണ്. ആദ്യത്തെ അനുഭവമാണ്, ഒരുപാട് സന്തോഷം. ഇവള് HF ഇനത്തിൽപ്പെട്ട കടിഞ്ഞൂൽ ആദ്യ പ്രസവമാണ്. 16ാം മാസത്തിൽ കുത്തിവെച്ചതാണ്. ഇപ്പോൾ 25 മാസമായി. പാലും പാലുൽപ്പന്നങ്ങളും ബ്രാൻഡ് ചെയ്ത് നേരിട്ട് വിപണിയിലെത്തിക്കുന്ന ലില്ലീസ് ഫാമിൽ നിലവിൽ 150-ലധികം പശുക്കളുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്. വളരെ അപൂർവമായി മാത്രമാണ് പശു ഇങ്ങനെ 3 കുട്ടികളെ സമ്മാനിക്കാറുള്ളൂ. ആ ഭാഗ്യം എന്തായാലും ലില്ലീസ് ഫാമിനാണ് ലഭിച്ചത്. ആ സന്തോഷം ലില്ലീസ് ഫാം ഉടമ ലില്ലിക്കുമുണ്ട്. കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, എന്തായാലും ഈ അപൂർവ കാഴ്ച കാണാൻ വേണ്ടി നിരവധി ആളുകളും അവിടേക്ക് എത്തുന്നുണ്ട് എന്നറിഞ്ഞു. ഇപ്പോൾ ലില്ലീസ് ഫാം ഉടമയായ ലില്ലിക്ക് ക്ഷീരശ്രീ പുരസ്കാരം ലഭിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അതിന് പിന്നാലെ തേടിയെത്തിയ ഈ ഒരു സന്തോഷത്തിൽ ഇപ്പോൾ ഒരു ഇരട്ടി മധുരമായി മാറുകയാണ്. ആ ഒരു സന്തോഷത്തിൽ കുടുംബവും ഒരുപോലെ വലിയ ആത്മവിശ്വാസം കൂടി ഉണ്ടല്ലേ. ആ ഫാം അങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നതിൽ 3 കുഞ്ഞു കിടാങ്ങളെ കൂടി ഇനിയിപ്പോൾ കൂടെ ചേർക്കാനായിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഒരു പശുവിന് 3 കുട്ടികൾ ഒറ്റ പ്രസവത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. അത് വെറ്ററിനറി മേഖലയിലെ വിദഗ്ധരൊക്കെ തന്നെ അത് ശരിവെക്കുന്നുമുണ്ട്. കാരണം സാധാരണഗതിയിൽ ഒരു പ്രസവത്തിൽ 1 കിടാരിയാണ് പശുവിന് ഉണ്ടാവുക. അപൂർവമായ വല്ലപ്പോഴുമൊക്കെ 2 കുട്ടികളെ പ്രസവിക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ 3 പൂർണ്ണ ആരോഗ്യമുള്ള കിടാരികൾ എന്നത് വളരെ അപൂർവമായ സംഭവമാണ്. അതും പെൺകിടാരികളാണ്. എന്തായാലും ലില്ലി മാത്യു വളരെ സന്തോഷത്തിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ക്ഷീരശ്രീ അവാർഡ് ഈ വർഷം ലില്ലി മാത്യുവിനായിരുന്നു. ലില്ലി ചേച്ചി തിരുവനന്തപുരത്ത് നിന്ന് അവാർഡൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലെത്തി രാവിലെ തൊഴുത്തിൽ പോയപ്പോഴാണ് ഈ സന്തോഷ കാഴ്ച കണ്ടത്. 10-25 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ചെറിയ രീതിയിൽ തുടങ്ങി ഇപ്പോൾ 150 പശുക്കൾ ഉണ്ട് ലില്ലീസ് ഫാമിൽ. മാത്രമല്ല ഉൽപ്പന്നങ്ങൾ, പാലും പാലുൽപ്പന്നങ്ങളും ലില്ലീസ് എന്ന ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്നു. അതിനായി സ്വന്തം ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ട്. അത്തരത്തിൽ ഈ മേഖലയിൽ വലിയ വിജയം കൊയ്ത ഒരു സംരംഭക കൂടിയാണ് ലില്ലി മാത്യു. അവർക്കാണ് ഇങ്ങനെയൊരു സൗഭാഗ്യം വന്ന് ചേർന്നിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനെയൊരു അനുഭവമില്ല. പക്ഷേ വളരെ സന്തോഷത്തിലാണ്. ഈ HF ഇനത്തിൽപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള ഒരു സൗഭാഗ്യമാണ് ലില്ലിയെ തേടിയെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നീണ്ട വർഷമായിട്ട് ഒരു ഏകദേശം 3 പതിറ്റാണ്ടായി തന്നെ ഈ മേഖലയിലുണ്ട്. എന്നിട്ട് ആദ്യത്തെ അനുഭവമാണ്. അതിൽ വലിയ സന്തോഷവും അവർ പങ്കുവയ്ക്കുന്നുണ്ട്.